ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അയോധ്യയിലെ രാജാവായിരുന്നു ദശരഥൻ. സത്യം മാത്രം പറയുന്നവനും പരാക്രമശാലിയും 3 ലോകങ്ങളിലും പ്രസിദ്ധനുമായിരുന്നു അദ്ദേഹം. വളരെ കാലം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് പുത്രനുണ്ടായില്ല. സൂര്യവംശ രാജാക്കന്മാരുടെ ഗുരുവാണ് വസിഷ്ഠ മഹർഷി. അദ്ദേഹത്തെ അഭിവാദനം ചെയ്ത് ദശരഥ മഹാരാജാവ് പറഞ്ഞു, ഗുരുദേവ, പുത്രനുണ്ടാവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പുത്രനില്ലാത്ത എനിക്ക് രാജ്യവും സമ്പത്തും ദുഃഖകരമായിട്ടാണ് തോന്നുന്നത്. വസിഷ്ഠ മഹർഷി മറുപടി പറഞ്ഞു, ലോകപാലന്മാരെ പോലെ സമർത്ഥന്മാരായ 4 പുത്രന്മാർ അങ്ങേക്കുണ്ടാകും. അങ്ങ് സ്വന്തം പുത്രിയായ ശാന്തയെ അംഗരാജാവായ രോമപാദന് കൊടുത്തിരുന്നുവല്ലോ. ശാന്തയെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഋഷിശൃംഗ മഹർഷിയാണ്. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്ന് ഞങ്ങളോടൊന്നിച്ച് പുത്രകാമേഷ്ടി യാഗം ചെയ്യൂ. അങ്ങനെ ആവാമെന്ന് പറഞ്ഞ് ദശരഥൻ അംഗരാജ്യത്തു നിന്ന് ഋഷിശൃംഗനെ കൂട്ടിക്കൊണ്ടുവന്നു. ശരീരശുദ്ധിയോടും മനഃശുദ്ധിയോടും കൂടി യാഗം ആരംഭിച്ചു. ഋഷിമാർ ശ്രദ്ധയോടെ ഹവിസ് അഗ്നിയിൽ ഹോമിച്ചു. ആ ഹോമാഗ്നിയിൽ നിന്ന് സ്വർണവർണ്ണത്തോടു കൂടിയ അഗ്നിദേവൻ സ്വർണപാത്രത്തിൽ ദിവ്യമായ പായസവുമായി ഉയർന്നു വന്നു. ഈ പായസം സ്വീകരിക്കൂ. അങ്ങേക്ക് പുത്രനുണ്ടാവാനായി ദേവന്മാർ നിർമ്മിച്ചതാണിത്. പരമാത്മാവായ ഭഗവാനെ തന്നെ അങ്ങേക്ക് പുത്രനായി ലഭിക്കും. ഇത്രയും പറഞ്ഞ് രാജാവിന് പായസം നൽകി അഗ്നിദേവൻ അന്തർദാനം ചെയ്തു. അഭീഷ്ടം സാധിച്ച ദശരഥൻ വസിഷ്ഠ മഹർഷിയെയും ഋഷ്യശൃംഗനെയും നമസ്കരിച്ചു. അവരുടെ അനുവാദത്തോടെ പായസം 2 ഭാഗമായി വിഭജിച്ച് ഓരോ പകുതി കൗസല്യയ്ക്കും കൈകേയിക്കും കൊടുത്തു. പായസം തനിക്കും കഴിച്ചാൽ കൊള്ളാമെന്നാഗ്രഹിച്ച് ആ സമയത്ത് സുമിത്ര യാഗശാലയിലേക്ക് വന്നു. കൗസല്യയും കൈകേയിയും തങ്ങൾക്ക് കിട്ടിയതിൽ പകുതി വീതം സുമിത്രയ്ക്ക് കൊടുത്തു. പായസം കഴിച്ചതിനാൽ 3 രാജ്ഞിമാരും ഗർഭിണികളായി തീർന്നു. രാജമന്ദിരത്തിൽ അവർ 3 പേരും ദേവസ്ത്രീകളെ പോലെ തേജസ്വിനികളായി പ്രകാശിച്ചു. 10 മാസം തികഞ്ഞപ്പോൾ മേടമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ നവമി ദിവസം പുണർദം നക്ഷത്രത്തിൽ കൗസല്യ അത്ഭുത സ്വരൂപനായ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ലഗ്നം കർക്കിടമായിരുന്നു. 5 ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിന്നിരുന്നു. മധ്യാഹ്ന സമയത്തായിരുന്നു. ആകാശത്തിൽ നിന്നും ദേവന്മാരുടെ പുഷ്പവൃഷ്ടിയുണ്ടായി. ദേവവാദ്യങ്ങൾ മുഴങ്ങി. ജഗത്തിന്റെ മുഴുവൻ രക്ഷിതാവും ഒരിക്കലും മാറ്റമില്ലാത്തവനും പരമാത്മാവുമായ ഭഗവാൻ കൗസല്യയുടെ പുത്രനായി അവതരിച്ചു. സാക്ഷാൽ വിഷ്ണു സ്വരൂപിയായിട്ടാണ് ഭഗവാൻ പ്രകാശിച്ചത്. നീല താമരപ്പൂവിന്റെ നിറം, മഞ്ഞപ്പട്ട് ധരിച്ചിരുന്നു. ചെന്താമരപ്പൂവിതൾ പോലെ നീണ്ടു ചുവന്നു സുന്ദരമായ കണ്ണുകൾ, കാതിൽ മകരകുണ്ടലങ്ങൾ, 1000 സൂര്യന്മാരൊന്നിച്ചുയർന്നതുപോലെയുള്ള ശോഭ, കിരീടമണിഞ്ഞ ശിരസ്, ചുരുണ്ടു നീണ്ട തലമുടി, ശംഖചക്ര ഗദാപത്മങ്ങൾ ധരിച്ച 4 തൃക്കൈകൾ, അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്ന പുഞ്ചിരിപ്പൂ നിലാവോടു കൂടിയ മുഖം, കാരുണ്യം വഴിഞ്ഞൊരുകുന്ന കടാക്ഷം, ശ്രീവത്സം എന്ന മറുക്, മുത്തുമാലകൾ, തോൾവളകൾ, കാൽത്തളകൾ എന്നീ ആഭരണങ്ങൾ. ഇങ്ങനെയുള്ള സ്വരൂപത്തിൽ പരമാത്മാവായ ഭഗവാൻ തൻ്റെ പുത്രനായി ജനിച്ചത് കണ്ട് ആശ്ചര്യപരവശയായി ആനന്ദ കണ്ണീരൊഴുക്കിക്കൊണ്ടും തൊഴുകൈകൊണ്ടും കൗസല്യ സ്തുതിക്കാൻ ആരംഭിച്ചു. ദേവന്മാരുടെ എല്ലാം നിയന്താവായ ഭഗവാനെ, ശംഖുചക്ര ഗദാപത്മധാരിയായ അങ്ങേക്ക് നമസ്കാരം. പരമാത്മാവും നാശരഹിതനും
അവസാനമില്ലാത്തവനും പൂർണ്ണനും പുരുഷോത്തമനുമാണ് അവിടുന്ന്. വാക്ക്, ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ ഇവ കൊണ്ട് അറിയാൻ കഴിയാത്തവനും എല്ലാ വസ്തുക്കളിലും ഉണ്മയായി വിളങ്ങുന്നവനും ജ്ഞാനമാത്ര സ്വരൂപനുമാണ് അവിടുന്ന് വേദജ്ഞരായ ഋഷികൾ പറയുന്നു. രജസ്, സത്വം, തമസ് എന്നീ 3 ഗുണങ്ങളെ കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നവനാണങ്ങ്. എന്നാൽ 3 ഗുണങ്ങൾക്കും അതീതനും പരമനിർമ്മലനുമാണ്. പ്രവർത്തിക്കുന്നവനെ പോലെ തോന്നപ്പെട്ടാലും അങ്ങ് യാതൊന്നും പ്രവർത്തിക്കുന്നില്ല. സഞ്ചരിക്കുന്നവനെ പോലെ കാണപ്പെട്ടാലും സഞ്ചരിക്കുന്നില്ല. കേൾക്കുന്നവനെ പോലെ തോന്നപ്പെട്ടാലും ഒന്നും കേൾക്കുന്നില്ല. കാണുന്നവനെ പോലെ തോന്നപ്പെടുന്നുണ്ടെങ്കിലും ഒന്നും കാണുന്നില്ല. കൈ, കാല് മുതലായ കർമ്മേന്ദ്രിയങ്ങൾക്കും കാത്, കണ്ണ് മുതലായ ജ്ഞാനേന്ദ്രിയങ്ങൾക്കും അതീതനാണ് അവിടുന്ന്. പ്രാണനും മനസ്സും ഇല്ലാത്തവനും ശുദ്ധനുമാണ് പരമാത്മാവായ അവിടുന്ന് വേദങ്ങൾ പറയുന്നു. എല്ലാവരിലും സമനായി സ്ഥിതി ചെയ്യുന്നു. എങ്കിലും അജ്ഞന്മാർക്ക് അങ്ങയെ കാണാൻ കഴിയില്ല. എന്നാൽ മനഃശുദ്ധി വന്നവർക്ക് സ്വന്തം ഹൃദയത്തിൽ അനുഭവസ്വരൂപേണെ അറിയുവാനും കഴിയുന്നു. നിന്തിരുവടിയുടെ ഉള്ളിൽ കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങൾ പരമാണുക്കളെ പോലെ പാറി പറന്നുകൊണ്ടിരിക്കുന്നു. അപ്രകാരമുള്ള അവിടുന്ന് എൻ്റെ വയറ്റിൽ നിന്നും ജനിച്ചവനെ പോലെ കാണപ്പെടുന്നു. ആശ്ചര്യം തന്നെ. രഘുവംശത്തിൽ സർവശ്രേഷ്ഠനായി അവതരിച്ച ഭഗവാനെ, ഭക്തന്മാരോടുള്ള അവിടുത്തെ വാത്സല്യ പാരവശ്യം എനിക്കിന്ന് കാണാൻ കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ എൻ്റെ മകനായി അവിടുന്ന് ജനിച്ചത്. ഭർത്താവ്, പുത്രൻ, ധനം മുതലായവയിൽ ആസക്തയായി ഞാൻ സംസാര സമുദ്രത്തിൽ മുങ്ങിപ്പൊങ്ങിക്കൊണ്ടിരിക്കുന്നവളാണ്. ഇന്ന് അവിടുത്തെ ആശ്രയിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഭഗവാനെ, അവിടുത്തെ ഈ വിഷ്ണു സ്വരൂപം എന്നെന്നും എൻ്റെ മനസ്സിൽ വിളങ്ങുമാറായി തീരണേ. ലോകത്തെ മുഴുവൻ മയക്കുന്ന നിന്തിരുവടിയുടെ മായ എന്നെ ബാധിക്കാതിരിക്കാൻ അനുഗ്രഹിക്കണേ. വിശ്വാത്മാവായ ഭഗവാനെ, അലൗകികമായ ഈ സ്വരൂപത്തെ മറയ്ക്കണേ. ആനന്ദം മാത്രവും ആകർഷകവുമായ ബാലസ്വരൂപം സ്വീകരിക്കണേ. അങ്ങനെ ചെയ്താൽ കോമള ബാലനായ അങ്ങയെ ആലിംഗനം ചെയ്തും അങ്ങയോട് സംസാരിച്ചും എനിക്ക് ഭക്തി വളർത്താനും അജ്ഞാനത്തിൻ്റെ അപ്പുറത്തേക്ക് കടക്കാനും കഴിയും. ഭഗവാൻ മറുപടി അരുളി ചെയ്തു, അമ്മേ, അവിടുത്തെ ഇഷ്ടം പോലെ ചെയ്യാം. രാവണനെ കൊന്ന് ഭൂമിയുടെ ഭാരം നശിപ്പിക്കാൻ ബ്രഹ്മദേവൻ അപേക്ഷിച്ചതനുസരിച്ചാണ് ഞാനിപ്പോൾ അവതരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ അമ്മയും ദശരഥ രാജാവും ഞാൻ മകനായി ജനിക്കണമെന്ന് ആഗ്രഹിച്ച് വളരെ കാലം തപസ്സുകൊണ്ടെന്നെ ആരാധിച്ചിരുന്നു. അതാണ് ഞാനിപ്പോൾ നിങ്ങളുടെ പുത്രനായി പിറക്കാൻ കാരണം. പൂർവജന്മ തപസ്സിന്റെ ഫലമായിട്ടാണ് അമ്മയ്ക്ക് എന്നെ ഈ രൂപത്തിൽ കാണാൻ കഴിഞ്ഞത്. എന്റെ ദർശനം മോക്ഷാനുഭൂതിയിലേക്ക് നയിക്കുന്നതാണ്. വേണ്ടത്ര സുഹൃതമില്ലാത്തവർക്ക് എന്നെ കാണാൻ കിട്ടില്ല. നമ്മുടെ ഈ സംവാദത്തെ ശ്രദ്ധയോടെ പഠിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നവർക്ക് പോലും മരണസമയത്ത് എന്നെ സ്മരിക്കാനും സാരൂപ്യമുക്തി പ്രാപിക്കാനും ഇടയായിത്തീരും. ഇങ്ങനെ അമ്മയോട് പറഞ്ഞ് ഭഗവാൻ ഒരു സാധാരണ ശിശുവായി കരയാൻ തുടങ്ങി. കൊച്ചു കുഞ്ഞാണെങ്കിലും ഇന്ദ്രനീല രത്നം പോലെ ശോഭിക്കുന്നവനും നീണ്ട കണ്ണുകളോട് കൂടിയവനും അതീവ സുന്ദരനുമായിരുന്നു. ഉദിച്ചുയരുന്ന സൂര്യനെ പോലെ തേജസ്സോടു കൂടിയവനും ലോകപാലകന്മാരെ പോലും ആനന്ദിപ്പിക്കുന്നവനുമായിരുന്നു. ദശരഥ മഹാരാജാവ് പുത്രനുണ്ടായ വിവരം കേട്ട് ആനന്ദ സമുദ്രത്തിൽ ആറാടി. ഗുരുവായ വസിഷ്ഠനോടൊന്നിച്ച് അന്തപുരത്തിൽ ചെന്ന് കൗസല്യയുടെ സമീപത്ത് കിടക്കുന്ന ബാലനെ കണ്ടു. താമര ഇതൾ പോലെ നീണ്ട സുന്ദരങ്ങളായ കണ്ണുകളോട് കൂടിയ കുഞ്ഞിനെ കണ്ട് സന്തോഷപരവശനായി പുത്രന് ജാതകർമ്മങ്ങളെല്ലാം ചെയ്തു. അടുത്ത ദിവസം പൂയം നക്ഷത്രത്തിൽ
കൈകേയി മനോഹരനായ ഒരു ബാലനെ പ്രസവിച്ചു. ആയില്യം നക്ഷത്രത്തിൽ സുമിത്രയിൽ പൂർണ്ണചന്ദ്രന്മാരെ പോലെ തേജസ്വികളായ രണ്ടുണ്ണികൾ പിറന്നു. പുത്രന്മാർ ജനിച്ച സന്തോഷത്തിൽ ദശരഥൻ ബ്രാഹ്മണർക്ക് 1000 ഗ്രാമങ്ങളും ധാരാളം സ്വർണ്ണ നാണയങ്ങൾ, വസ്ത്രങ്ങൾ, പശുക്കൾ എന്നിവയും ദാനം ചെയ്തു. കൗസല്യയുടെ മകന് വസിഷ്ഠ മഹർഷി രാമൻ എന്ന് നാമകരണം ചെയ്തു. വിദ്യ കൊണ്ട് അജ്ഞാനം നശിക്കുമ്പോൾ യോഗികൾ ആനന്ദിക്കുന്നത് പരമാത്മാവിലാണ്. അതിനാൽ രാമൻ എന്ന പേരിന് ആനന്ദ സ്വരൂപനായ പരമാത്മാവ് എന്നാണ് അർത്ഥം. എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നവനെന്നും ആ പേരിന് അർത്ഥമുണ്ട്. ഭരണത്തിൽ അതിവിദഗ്ധനായി തീരുമെന്നതിനാൽ കൈകേയി പുത്രന് ഭരതൻ എന്ന് പേർ നൽകി. സുമിത്രയുടെ ഒരു മകൻ സർവലക്ഷണങ്ങളും തികഞ്ഞവനായതിനാൽ ഗുരു ലക്ഷ്മണൻ എന്ന് പേരിട്ടു. ശത്രുക്കളെ സംഹരിക്കുന്നവനായി തീരുമെന്ന അർത്ഥത്തിൽ സുമിത്രയുടെ മറ്റേ പുത്രന് ശത്രുഘ്നൻ എന്നും നാമകരണം ചെയ്തു. ലക്ഷ്മണൻ എപ്പോഴും രാമനോടും ശത്രുഘ്നൻ ഭരതനോടും ഒന്നിച്ചാണ് സഞ്ചരിച്ചിരുന്നത്. കൗസല്യ സുമിത്രയ്ക്ക് കൊടുത്ത പായസത്തിന്റെ അംശത്തിൽ നിന്നാണ് ലക്ഷ്മണൻ ജനിച്ചത്. കൈകേയിക്ക് കൊടുത്ത പായസത്തിന്റെ അംശത്തിൽ നിന്നാണ് ശത്രുഘ്നൻ പിറന്നത്. അതാണ് ലക്ഷ്മണന് രാമനോടും ശത്രുഘ്നന് ഭരതനോടും മമതയുണ്ടാവാൻ കാരണം. രാമൻ ലക്ഷ്മണനോടൊന്നിച്ച് ആകർഷകങ്ങളായ ബാലലീലകളെ കൊണ്ട് അച്ഛനമ്മമാരെ ആനന്ദിപ്പിച്ചു. അരയാലിലയുടെ ആകൃതിയിൽ നടുവിൽ മുത്തുപതിച്ച ഒരു സ്വർണ്ണത്തിലകം നെറ്റിയിൽ അണിഞ്ഞിരുന്നു. കഴുത്തിൽ രത്നങ്ങൾ പതിച്ച പുലിനഖമോതിരമാല ധരിച്ചിരുന്നു. കാതുകളിൽ രത്നകുണ്ടലങ്ങൾ ചാർത്തിയിരുന്നു. മെല്ലെ മെല്ലെ കിലുങ്ങുന്ന അരഞ്ഞാൺ അരയിൽ ശോഭിച്ചിരുന്നു. രത്നങ്ങൾ പതിച്ച തോൾവളകൾ ധരിച്ചിരുന്നു. പുഞ്ചിരിക്കുമ്പോൾ മുല്ലമൊട്ടുപോലെ മനോഹരങ്ങളായ കുഞ്ഞിപ്പല്ലുകൾ അല്പാൽപ്പം പുറത്തേക്ക് പ്രകാശിച്ചിരുന്നു. ഈ വേഷത്തിൽ അരമനയുടെ ഇറയത്തും ചിലപ്പോൾ മുറ്റത്ത് പശുക്കുട്ടികളുടെ പിന്നാലെയും മുട്ടുകുത്തി നടക്കുന്ന രാമനെ കണ്ട് കൗസല്യയും ദശരഥനും അത്യധികം സന്തോഷിച്ചു. ഊണ് കഴിക്കുന്ന സമയത്ത് ദശരഥ മഹാരാജാവ് രാമ വരൂ വരൂ എന്ന് വിളിക്കും. കളിയിലുള്ള ഭ്രമം നിമിത്തം രാമൻ വരില്ല. കൂട്ടിക്കൊണ്ടുവരൂ എന്ന് കൗസല്യയോട് പറയും. പുഞ്ചിരി തൂകിക്കൊണ്ട് കൗസല്യ രാമനെ പിടിക്കാൻ ചെല്ലും. രാമൻ അമ്മയ്ക്ക് പിടികൊടുക്കാതെ ഓടും. യോഗികളുടെ മനസ്സിന് പോലും തൊടാൻ കിട്ടാത്ത രാമന്റെ പിന്നാലെ കൗസല്യയും ഓടും. അങ്ങനെ കുറെ കഴിഞ്ഞാൽ ചിരിച്ചുകൊണ്ട് തന്നെത്താൻ അച്ഛന്റെ അടുക്കലേക്ക് വരും. മണ്ണുപുരണ്ട കുഞ്ഞിക്കൈകളിൽ അച്ഛൻ നൽകിയ ചോറുള്ള വാങ്ങി വീണ്ടും ഓടും. കൗസല്യ ഓരോ മാസത്തിലും പുണർദം നക്ഷത്രമാകുന്ന പിറന്നാൾ ദിവസം മുറുക്ക്, കൊഴക്കട്ട, അപ്പം, വട മുതലായ പലഹാരങ്ങൾ ഉണ്ടാക്കി ഭഗവാന് നിവേദിക്കുകയും പ്രത്യേക വഴിപാടുകൾ നടത്തുകയും ചെയ്തു വന്നു. രാമന്റെ വികൃതി കാരണം കൗസല്യയ്ക്ക് വീട്ടുജോലികൾ പോലും ചെയ്യാൻ നേരം കിട്ടിയില്ല. ഒരു ദിവസം രാമൻ അമ്മയുടെ അടുത്ത് ചെന്നു. അമ്മേ, വിശക്കുന്നു, ചോറ് തരൂ എന്ന് പറഞ്ഞു. ജോലി തിരക്കിനിടയിൽ കൗസല്യ അത് ശ്രദ്ധിച്ചില്ല. രാമന് കോപം വന്നു. ഒരു വടിയെടുത്ത് പാൽപാത്രം അടിച്ചുടച്ചു. ഉറിയിലിരുന്ന തൈര് വെണ്ണയോടുകൂടി താഴെ വീഴ്ത്തി. പാൽ, വെണ്ണ, തൈർ എന്നിവ ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും കൊടുത്തു. താനും വേണ്ടത്ര കഴിച്ചു. അടുക്കളക്കാരൻ കൗസല്യയോട് വിവരം പറഞ്ഞു. അമ്മ വന്നപ്പോൾ 4 പേരും ചിരിച്ചുകൊണ്ട് ഓടിപ്പോയി. കൗസല്യ രാമന്റെ പിന്നാലെ ഓടി. രാമനെ 2 കൈകളും കൂട്ടിപ്പിടിച്ചു ചെറിയ ഒരടി കൊടുക്കാനാണ് കടന്നു പിടിച്ചത്. എന്നാൽ ആ കോമള മുഖത്തേക്ക് നോക്കിയപ്പോൾ കൗസല്യയ്ക്കൊന്ന് ദേഷ്യപ്പെടാൻ പോലും തോന്നിയില്ല. രാമൻ ബാലഭാവത്തിൽ മെല്ലെ മെല്ലെ കരയാൻ തുടങ്ങി. 4 ബാലന്മാരെയും അമ്മമാർ കെട്ടിപ്പുണർന്ന് ലാളിച്ചു വന്നു. ആനന്ദ സ്വരൂപരും ജഗത്തിനെ ആനന്ദിപ്പിക്കുന്നവരുമായിട്ടവർ 4 പേരും മായാമനുഷ്യ രൂപത്തിൽ അച്ഛനമ്മമാരെ സന്തോഷിപ്പിച്ചു.
ക്രമേണ 4 ബാലന്മാരും കൗമാരാവസ്ഥയിൽ എത്തിച്ചേർന്നു. വസിഷ്ഠ മഹർഷി അവരെ ഉപനയനിപ്പിച്ച് വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചു. വേദങ്ങളും ശാസ്ത്രങ്ങളും പ്രത്യേകിച്ച് ധനുർവേദവും പഠിച്ച് 4 കുമാരന്മാരും സമർത്ഥന്മാരായി തീർന്നു. ലോകത്തിന്റെ മുഴുവൻ നാഥരായ രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർ മായ കൊണ്ട് മനുഷ്യരെ പോലെ അഭിനയിച്ചു വന്നു. ലക്ഷ്മണൻ രാമനോടും ശത്രുഘ്നൻ ഭരതനോടും സേവകാഭാവത്തിലാണ് പെരുമാറി വന്നത്. രാമൻ ദിവസേന ലക്ഷ്മണനോടൊന്നിച്ച് കുതിരപ്പുറത്ത് കയറി നായാട്ടിനായി കാട്ടിലേക്ക് പോകും. ദുഷ്ടമൃഗങ്ങളെ കൊന്ന് അവയെ അച്ഛന് കൊണ്ടുവന്ന് സമർപ്പിക്കും. രാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് അച്ഛനെയും അമ്മമാരെയും നമസ്കരിക്കും. അനന്തരം വിനയത്തോടെ പ്രജകളുടെ ആവശ്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞ് നിറവേറ്റി കൊടുക്കും. പിന്നീട് ബന്ധുക്കളോടൊന്നിച്ച് ഭക്ഷണം കഴിക്കും. ദിവസേന മുനിമാരെ ആശ്രയിച്ച് ധർമ്മശാസ്ത്ര രഹസ്യങ്ങൾ കേൾക്കുകയും അവയെപ്പറ്റി ചർച്ച ചെയ്യുകയും പതിവായിരുന്നു. ഇപ്രകാരം പരമാത്മാവായ ഭഗവാൻ രാമനായി അവതരിച്ച് മനുഷ്യോചിതങ്ങളായ കർമ്മങ്ങൾ ചെയ്തു വന്നു. പരമാർത്ഥ ദൃഷ്ടിയിൽ അവിടുന്ന് വികാരങ്ങളോ പരിണാമമോ ഇല്ലാത്തവനാണ്. യാതൊരു കർമ്മവും ഇല്ലാത്തവനാണ്. പരമാത്മാവായ ഭഗവാൻ മായയെ അവലംബിച്ച് മനുഷ്യനായി അവതരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി രാമനെ കാണാനായി അഗ്നിയെപ്പോലെ ഉജ്ജ്വല തേജസ്വിയായ വിശ്വാമിത്ര മഹർഷി ഒരു ദിവസം അയോധ്യയിലേക്ക് വന്നു. അദ്ദേഹത്തെ കണ്ട ഉടനെ ദശരഥൻ എഴുന്നേറ്റ് നമസ്കരിച്ചു. ഗുരുനാഥനായ വസിഷ്ഠ മഹർഷിയോടുകൂടി അദ്ദേഹത്തെ വിധി പോലെ പൂജിച്ചു. ഭക്തിഭാവത്താൽ തലകുനിച്ച് തൊഴുതുകൊണ്ട് മഹാരാജാവ് പറഞ്ഞു, അങ്ങ് ഇവിടേക്ക് വന്നതോടെ ഞാൻ കൃതാർത്ഥനായി. അങ്ങയെപ്പോലെയുള്ള മഹത്തുക്കൾ വന്നാൽ അവിടെ സകലവിധ സമ്പത്തുക്കളും വർദ്ധിച്ചു വരും. അങ്ങ് വന്ന ആവശ്യം പറഞ്ഞാൽ ഞാൻ സത്യമായും അത് സാധിപ്പിച്ചു തരുന്നതാണ്. രാജാവിന്റെ വാക്കുകൾ കേട്ട് പ്രീതനായ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, ഞാൻ അമാവാസി തോറും ഒരു യാഗം നടത്തി വരാറുണ്ട്. ഈ ഇടയായി സുബാഹു എന്നും മാരീചൻ എന്നും പേരായ 2 രാക്ഷസന്മാർ അതിനെ മുടക്കിക്കൊണ്ടിരിക്കുന്നു. അവരെ വധിക്കാനായി രാമനെ ലക്ഷ്മണനൊന്നിച്ച് എന്റെ കൂടെ അയച്ചു തരണം. അതുകൊണ്ട് അങ്ങേക്ക് ശ്രേയസ്സുണ്ടാവും. വസിഷ്ഠ മഹർഷിയോട് ആലോചിച്ച് അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യൂ. ഇത് കേട്ട് ചിന്താവിവശനായ ദശരഥൻ മറ്റാരുമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഗുരുവിനെ കൂട്ടിക്കൊണ്ടുപോയി. ഏകാന്തത്തിൽ വെച്ച് അദ്ദേഹത്തോട് ചോദിച്ചു, ഗുരു, ഈ ധർമ്മസങ്കടത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? രാമനെ പറഞ്ഞയക്കാൻ എനിക്ക് തീരെ മനസ്സ് വരുന്നില്ല. അനേക സംവത്സരങ്ങൾക്ക് ശേഷം വളരെ മോഹിച്ചുണ്ടായ പുത്രന്മാരാണല്ലോ ഇവർ 4 പേരും. അവർ ദേവതുല്യന്മാരാണ്. അവരിൽ രാമൻ എനിക്ക് അത്യന്തം പ്രിയപ്പെട്ടവനാണ്. രാമനെ പിരിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവൻ നിലനിൽക്കില്ല. ആവശ്യം നിഷേധിച്ചാൽ വിശ്വാമിത്രൻ നിശ്ചയമായും എന്നെ ശപിക്കും. എന്തു ചെയ്താലാണ് എനിക്ക് ശ്രേയസ് ഉണ്ടാവുക? എന്നെ അസത്യം ബാധിക്കാതിരിക്കുക? വസിഷ്ഠ മഹർഷി പറഞ്ഞു, രാജാവേ, ഒരു ദേവരഹസ്യം ഞാൻ പറഞ്ഞു തരാൻ. രാമൻ മനുഷ്യനല്ല, പരമാത്മാവും സനാതനുമായ ഭഗവാനാണ്. അധർമ്മികളെ സംഹരിച്ച് ഭൂമിയുടെ ഭാരത്തെ നശിപ്പിക്കാനായി ബ്രഹ്മദേവന്റെ അപേക്ഷ പ്രകാരം അങ്ങയുടെയും കൗസല്യയുടെയും പുത്രനായി അവതരിച്ചിരിക്കുകയാണ്. അങ്ങ് കഴിഞ്ഞ ജന്മത്തിൽ ബ്രഹ്മദേവന്റെ മകനായ കശ്യപ പ്രജാപതിയായിരുന്നു. കൗസല്യ പൂർവജന്മത്തിൽ അങ്ങയുടെ പത്നിയും ദേവമാതാവുമായ അതിഥിയുമായിരുന്നു. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ 2 പേരും വളരെ കാലം ലൗകിക സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച്
വിഷ്ണു പൂജയിലും ധ്യാനത്തിലും മുഴുകി ഭഗവാനെ തപസ് ചെയ്തിരുന്നു. നിങ്ങളുടെ തപസ്സുകൊണ്ട് സന്തോഷിച്ച ഭഗവാൻ പ്രത്യക്ഷനായി വന്നു വരം സ്വീകരിക്കാൻ നിങ്ങളോട് പറഞ്ഞു. ഞങ്ങളുടെ പുത്രനായി അവിടുന്ന് അവതരിക്കണമെന്ന വരമാണ് നിങ്ങൾ ആവശ്യപ്പെട്ടത്. അങ്ങനെയാവാം അരുളി ചെയ്ത് ഭഗവാൻ അന്തർദാനം ചെയ്തു. അതനുസരിച്ചാണ് ഭഗവാൻ ഇപ്പോൾ നിങ്ങളുടെ പുത്രനായി രാമൻ എന്ന പേരിൽ ജനിച്ചിരിക്കുന്നത്. ആദിശേഷനാണ് ലക്ഷ്മണനായി പിറന്നിരിക്കുന്നത്. വിഷ്ണു ഭഗവാന്റെ ശംഖും ചക്രവുമാണ് ഭരതനും ശത്രുഘ്നനും. യോഗമായാദേവി ജനകപുത്രിയായി സീത എന്ന പേരിൽ ജനിച്ചിട്ടുണ്ട്. വിശ്വാമിത്ര മഹർഷി രാമനെയും സീതയെയും കൂട്ടിയോജിപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. ഇത് അത്യന്ത രഹസ്യമാണ്, അങ്ങ് ആരോടും പറയരുത്. അതിനാൽ പ്രീതി നിറഞ്ഞ മനസ്സോടെ വിശ്വാമിത്രനെ പൂജിച്ച് ലക്ഷ്മണനോടുകൂടി രാമനെ പറഞ്ഞയക്കുക. വസിഷ്ഠ മഹർഷി ഇപ്രകാരം പറഞ്ഞപ്പോൾ സന്തോഷം നിറഞ്ഞ ഹൃദയത്തോടെ ദശരഥ മഹാരാജാവ് കൃതാർത്ഥനായി തീർന്നു. രാമ രാമ ലക്ഷ്മണ വരൂ എന്ന് സ്നേഹത്തോടെ വിളിച്ചു. ആലിംഗനം ചെയ്ത് ശിരസിൽ കാണിച്ചു. രണ്ടുപേരെയും വിശ്വാമിത്ര മഹർഷിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. സന്തുഷ്ടനായി തീർന്ന വിശ്വാമിത്രൻ ദശരഥനെ ആശീർവദിച്ചു. വില്ലും ശരങ്ങളും നിറച്ച ആവനാഴിയും വാളും ധരിച്ച് രാമനും ലക്ഷ്മണനും വിശ്വാമിത്ര മഹർഷിയെ അനുഗമിച്ചു. അല്പദൂരം പോയ ശേഷം മഹർഷി രാമലക്ഷ്മണന്മാർക്ക് ബലയെന്നും അതിബലയെന്നും 2 ദിവ്യമന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. അവയെ ജപിച്ചാൽ വിശപ്പും ദാഹവും അകലും. അനന്തരം ഗംഗാനദി കടന്ന് 3 പേരും താടകാവനത്തിൽ എത്തിച്ചേർന്നു. പരാക്രമശാലിയായ രാമനോട് വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, രാമ, താടക എന്ന ഘോര രാക്ഷസി ഈ കാട് മുഴുവൻ അടക്കി താമസിച്ചു വരുന്നു. അവൾ ഭയങ്കരിയാണ്, ലോകോപദ്രവകാരിയാണ്. സ്ത്രീയാണല്ലോ എന്ന് ശങ്കിക്കാതെ അവളെ വധിച്ചാലും അങ്ങനെയാകാം എന്ന് പറഞ്ഞ് രാമൻ വില്ലിൽ ഞാൻ കെട്ടി ഒരു ഞാണൊലിയിട്ടു. ആ ശബ്ദം ആ കാട് മുഴുവൻ മാറ്റൊലിക്കൊണ്ടു. താടക അത് തന്നോടുള്ള വെല്ലുവിളിയായി കണക്കാക്കി. ഭയങ്കര സ്വരൂപിണിയും മേഘം പോലെ കറുത്തിരുണ്ടവളുമായ അവൾ ക്രോധം കൊണ്ട് മതിമറന്നവളായി രാമന്റെ നേരെ പാഞ്ഞു വന്നു. രാമൻ ഒരഗ്രശരം അവളുടെ മാറിലേക്ക് പ്രയോഗിച്ചു. അതേറ്റ് ഹൃദയം പിളർന്ന് അവൾ മരിച്ചു വീണു. അവളുടെ ശരീരത്തിൽ നിന്നും അതിസുന്ദരിയായി സർവാഭരണ ഭൂഷിതയായി ഒരു യക്ഷി ഉയർന്നു വന്നു. അവൾ അഗസ്ത്യ മഹർഷിയുടെ ശാപത്താൽ രാക്ഷസിയായി തീർന്നവളായിരുന്നു. ശ്രീരാമന്റെ അനുഗ്രഹത്താൽ അവൾക്ക് ശാപമോക്ഷം വന്നു. രാമനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് അനുജ്ഞ വാങ്ങി അവൾ സ്വർഗത്തിലേക്ക് പോയി. താടകാവധം കണ്ട് സന്തോഷിച്ച വിശ്വാമിത്ര മുനി രാമനെ ഗാഠം ആലിംഗനം ചെയ്തു. ശിരസിൽ മുകർന്നു. അല്പം ആലോചിച്ച ശേഷം സകല ദിവ്യാസ്ത്രങ്ങളും അവ പ്രയോഗിക്കാനും ഉപസംഹരിക്കാനുമുള്ള മന്ത്രങ്ങളോടെ രാമന് ഉപദേശിച്ചു കൊടുത്തു. അന്നു രാത്രി വിശ്വാമിത്ര മഹർഷിയും രാമലക്ഷ്മണന്മാരും കാമാശ്രമത്തിൽ താമസിച്ചു. പിറ്റേ ദിവസം രാവിലെ പുറപ്പെട്ട് മധ്യാഹ്നമായപ്പോഴേക്കും സിദ്ധാശ്രമത്തിലെത്തി. അവിടെയാണ് വിശ്വാമിത്ര മഹർഷി തപസ് ചെയ്യുന്നത്. ആശ്രമത്തിലെ മുനിമാർ വിശ്വാമിത്രന്റെ നിർദ്ദേശപ്രകാരം രാമനെയും ലക്ഷ്മണനെയും എതിരേറ്റ് സൽക്കരിച്ചു. അടുത്ത ദിവസം ശ്രീരാമൻ വിശ്വാമിത്ര മഹർഷിയോട് പറഞ്ഞു, മഹർഷേ, അങ്ങ് യാഗത്തിന് ദീക്ഷ വരിച്ചാലും നീചന്മാരായ രാക്ഷസന്മാരെ ഞങ്ങൾക്ക് കാണിച്ചു തരൂ. അങ്ങനെയാവാം എന്ന് പറഞ്ഞ് മഹർഷി മറ്റു മുനിമാരോടൊന്നിച്ച് യാഗം ആരംഭിച്ചു. മധ്യാഹ്ന സമയമായപ്പോഴേക്കും മാരീചനെന്നും സുബാഹു എന്നും പേരായ രാക്ഷസന്മാർ കുറെ അനുചരന്മാരോടുകൂടി അന്തരീക്ഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവർ അഗ്നികുണ്ഡത്തിലേക്ക് ചോരയും മെല്ലുകളും വർഷിക്കാൻ തുടങ്ങി. രാമൻ ഉടനെ വില്ലെടുത്ത് 2 ദിവ്യാസ്ത്രങ്ങൾ തൊടുത്ത് മാരീചന്റെയും സുബാഹുവിന്റെയും നേരെ വെവ്വേറെ പ്രയോഗിച്ചു.
അതിൽ വായവസ്ത്രം മാരീചനെ വട്ടം കറക്കി 100 യോജന ദൂരത്തിൽ സമുദ്രത്തിൽ കൊണ്ടുപോയി വീഴ്ത്തി. അത് കണ്ടവരെല്ലാം ആശ്ചര്യപ്പെട്ടു. മറ്റേ ബാണം ആഗ്നേയാസ്ത്രമായിരുന്നു. അത് സുബാഹുവിനെ ഭസ്മമാക്കി തീർത്തു. മറ്റു രാക്ഷസന്മാരെ ലക്ഷ്മണനും വധിച്ചു. ദേവന്മാർ രാമനെയും ലക്ഷ്മണനെയും പുഷ്പവൃഷ്ടി ചെയ്തു അഭിനന്ദിച്ചു. ആകാശത്തിൽ ദേവവാദ്യങ്ങൾ മുഴങ്ങി. സിദ്ധന്മാരും ചാരണന്മാരും രാമലക്ഷ്മണന്മാരെ സ്തുതിച്ചു. വിശ്വാമിത്ര മഹർഷി രാമനെയും ലക്ഷ്മണനെയും വേണ്ട പോലെ സത്കരിച്ചു. 2 പേരെയും മടിയിലിരുത്തി ആലിംഗനം ചെയ്തു. ആനന്ദ കണ്ണീർ കൊണ്ട് കുളിപ്പിച്ചു. സ്വാദുള്ള ഫലമൂലങ്ങൾ ആഹാരമായിട്ട് കൊടുത്തു. പുരാണ കഥകൾ പലതും പറഞ്ഞു കൊടുത്തുകൊണ്ട് 3 ദിവസം സിദ്ധാശ്രമത്തിൽ താമസിച്ചു. 4-ാം ദിവസം പ്രഭാതത്തിൽ വിശ്വാമിത്രൻ പറഞ്ഞു, രാമ, വിദേഹ രാജാവിന്റെ രാജ്യത്ത് ഒരു യാഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പരമശിവന്റെ ശ്രേഷ്ഠമായ ഒരു വില്ലുണ്ട്. യാഗത്തിൽ പങ്കെടുക്കാനും ശൈവജാപം കാണുവാനുമായി നമുക്കങ്ങോട്ട് പോകാം. ജനകൻ നിങ്ങൾ 2 പേരെയും ആദരിക്കും. ഇപ്രകാരം പറഞ്ഞ് വിശ്വാമിത്രമുനി രാമലക്ഷ്മണനോടൊന്നിച്ച് മിഥിലയിലേക്ക് പുറപ്പെട്ടു. യാത്രാമധ്യേ അവർ ഗംഗാതീരത്തെത്തി. അവിടെയായിരുന്നു ഗൗതമന്റെ ആശ്രമം. ദിവ്യങ്ങളായ പുഷ്പങ്ങളും ശ്രേഷ്ഠങ്ങളായ പഴങ്ങളും സമൃദ്ധമായ ധാരാളം വൃക്ഷങ്ങൾ അവിടെ നിറഞ്ഞു നിന്നിരുന്നു. മൃഗങ്ങളോ പക്ഷികളോ മറ്റു ജീവജാലങ്ങളുമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ആ പ്രദേശം കണ്ട് രാമൻ ചോദിച്ച്, ഇത് ആരുടെ ആശ്രമമാണ്? ധാരാളം പൂക്കളും പഴങ്ങളും നിറഞ്ഞ വൃക്ഷങ്ങളും ചെടികളും കാണുന്നുണ്ട്. എന്നാൽ ഒരൊറ്റ ജീവൻ പോലും ഇവിടെ ഇല്ലല്ലോ. ഇവിടെ എത്തിയപ്പോൾ എൻ്റെ മനസ്സിന് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. സദയം പറഞ്ഞു തന്നാലും. വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, രാമ, പണ്ട് നടന്ന സംഗതിയാണ്. ഗൗതമ മഹർഷി ധർമ്മജ്ഞനും പ്രസിദ്ധനുമായിരുന്നു. വിഷ്ണു ഭഗവാനെ തപസ്സിലൂടെ ആരാധിച്ചുകൊണ്ട് അദ്ദേഹം ഈ ആശ്രമത്തിൽ താമസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ബ്രഹ്മചര്യനിഷ്ഠ കണ്ട് സന്തോഷിച്ച ബ്രഹ്മാവ് ലോകസുന്ദരിയായ അഹല്യയെ ഗൗതമന് പത്നിയായി കൊടുത്തു. അഹല്യ ഭക്തി ബഹുമാനങ്ങളോടെ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു വന്നു. തപസ്വികളിൽ ശ്രേഷ്ഠനായ ഗൗതമൻ അഹല്യയോടുകൂടി ഇവിടെ തപസ്സനുഷ്ഠിച്ചിരുന്നു. അഹല്യയിൽ ആസക്തനായി തീർന്ന ഇന്ദ്രൻ ഒരു ദിവസം മുനി സ്നാനത്തിനു പോയ തക്കത്തിൽ ഗൗതമന്റെ വേഷത്തിൽ ആശ്രമത്തിൽ വന്ന് അഹല്യയെ പ്രാപിച്ചു. ഉടനെ യാത്രയായി. അപ്പോഴേക്കും ഗൗതമൻ സ്നാനം കഴിഞ്ഞു തിരിച്ചെത്തി. തന്റെ സ്വരൂപം സ്വീകരിച്ചു പോകുന്നവനോട് കോപത്താൽ ജ്വലിച്ചുകൊണ്ട് ഗൗതമൻ ചോദിച്ചു, എന്റെ രൂപം ധരിച്ച നീചനായ നീ ആരാണ്? സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ശപിച്ച് ഭസ്മമാക്കി തീർക്കുന്നുണ്ട്. ഞാൻ ദേവരാജാവായ ഇന്ദ്രനാണ്. കാമത്തിൽ അകപ്പെട്ട് നീചപ്രവൃത്തി ചെയ്തു പോയി. അങ്ങ് ക്ഷമിച്ചെന്നെ രക്ഷിക്കണം എന്ന് ഇന്ദ്രൻ പറഞ്ഞു. പരസ്ത്രീ ലംബടനായി സഞ്ചരിക്കുന്ന നീച, നീ 1000 ഭംഗങ്ങളോട് കൂടിയവനായി തീരട്ടെ എന്ന് ഗൗതമൻ ഇന്ദ്രനെ ശപിച്ചു. പേടിച്ചു വിറച്ചു തൊഴുതുകൊണ്ട് നിൽക്കുന്ന അഹല്യയോട് ഗൗതമൻ പറഞ്ഞു, ദുഷിച്ചവളെ, നീ ആശ്രമത്തിൽ ശിലാരൂപിണിയായി തീരട്ടെ. ആഹാരമൊന്നുമില്ലാതെ രാവും പകലും തപസ് ചെയ്തുകൊണ്ട് നീ ഇവിടെ താമസിക്കൂ. വെയിലും മഴയും മഞ്ഞും സഹിച്ചുകൊണ്ടും സർവേശ്വരനായ ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ടും തപസ് ചെയ്യൂ. ഈ ആശ്രമത്തിൽ ഇന്നു മുതൽ ജീവജാലങ്ങളൊന്നുമില്ലാതായി തീരും. ഇങ്ങനെ അനേകായിരം സംവത്സരങ്ങൾ തപസ്വിനിയായി കഴിയുമ്പോൾ ദശരഥപുത്രനായ രാമൻ അനുജനോടുകൂടി ഇവിടേക്ക് വരും. ശിലാരൂപിണിയായ നിന്നെ കാൽ കൊണ്ട് സ്പർശിക്കും. അതോടെ പാപം നശിച്ചു പഴയ സ്വരൂപത്തെ പ്രാപിക്കും. രാമനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് ഭക്തിയോടെ സ്തുതിക്കൂ. അതോടെ ശാപം തീർന്ന് നീ പഴയതുപോലെ എന്നെ ശുശ്രൂഷിക്കുന്നവളായി തീരും. ഇങ്ങനെ പറഞ്ഞ് ഗൗതമൻ തപസ് ചെയ്യാനായി ഹിമാലയത്തിലേക്ക് പോയി. അന്നു മുതൽ അഹല്യ മറ്റാർക്കും കാണാൻ കഴിയാത്തവളായി തീർന്നു. നിർജ്ജനമായ ഈ ആശ്രമത്തിൽ അങ്ങയുടെ പാദസ്പർശത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അഹല്യ ഉഗ്ര തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
മുനിപത്നിയും ബ്രഹ്മപുത്രിയുമായ അഹല്യയെ പവിത്രയാക്കിയാലും എന്ന് പറഞ്ഞ് രാമന്റെ കൈപിടിച്ച് മുനി ശ്രേഷ്ഠനായ വിശ്വാമിത്രൻ തപസ്വിനിയായ അഹല്യയെ കാണിച്ചു കൊടുത്തു. ശ്രീരാമൻ ആ ശിലയെ കാൽ കൊണ്ട് തൊട്ടു. അതോടെ ശാപമോക്ഷമെന്ന അഹല്യയെ കണ്ടു. ഞാൻ രാമനാണെന്ന് പറഞ്ഞ് മുനിപത്നിയെ നമസ്കരിച്ചു. അഹല്യ മുന്നിൽ നിൽക്കുന്ന രാമനെ കൺകുളർക്കെ നോക്കിക്കണ്ടു. മഞ്ഞ പട്ടുടുത്തവനും വില്ലും ശരങ്ങളും ധരിച്ചവനും ലക്ഷ്മണ സമേതനും പുഞ്ചിരി തൂകുന്നവനും ചെന്താമര കണ്ണനും ശ്രീവത്സം ശോഭിക്കുന്ന മാറിടത്തോടു കൂടിയവനും നീലമാണിക്യത്തിന്റെ നിറത്തോടു കൂടിയവനും ശരീരകാന്തി കൊണ്ടും 10 ദിക്കുകളെയും പ്രകാശിപ്പിക്കുന്നവനും ലക്ഷ്മി വല്ലഭനുമായ രാമനെ കണ്ടു. സന്തോഷാധിക്യത്താൽ വികസിച്ച കണ്ണുകളോടുകൂടിയ അഹല്യ ഗൗതമന്റെ വാക്കുകൾ ഓർമ്മിച്ചു. പരമാത്മാവായ നാരായണനാണിതെന്ന് മനസ്സിലാക്കി അർഘ്യം, പാദ്യം മുതലായവ കൊണ്ട് വിധി പോലെ രാമനെ പൂജിച്ചു. രാമന്റെ പാദസ്പർശ പ്രഭാതത്താൽ പാപമെല്ലാം നശിച്ചവളായ അഹല്യ രാമന്റെ കാൽക്കൽ ഭക്തിയോടെ നമസ്കരിച്ചു. എഴുന്നേറ്റ് രാമനെ വീണ്ടും നോക്കി. ഭക്തിഭാവത്താൽ ശരീരത്തിൽ രോമാഞ്ചമുണ്ടായി. തൊണ്ടയിടറിക്കൊണ്ട് അഹല്യ രാമനെ സ്തുതിക്കാൻ ആരംഭിച്ചു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.